ഹലോ, വെൽക്കം ടു പോട്ട്സ് ആൻഡ് തോട്ട്സ്. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ മോൾ നസറിനാണ്. എങ്ങനെ 3x3 4x4 ഗിയർ ക്യൂബ് എന്ന് സോൾവ് ചെയ്യാനുള്ള ഇൻട്രൊഡക്ഷനാണ് കാണിക്കുന്നത്. ഡീറ്റെയിൽ മെത്തേഡ് ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ കാണാം നമുക്ക്. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് 3 ക്യൂബ്സ് ആണ്. ഇത് 4x4, ഇത് ഗിയർ ക്യൂബ്, ഇത് 3x3. ഞാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാത്രം ചെയ്യുന്നുള്ളൂ. ഇത് സോൾവ് ചെയ്യും കാട്ടിത്തരും. ഇതിൻ്റെ ഡീറ്റെയിൽ മെത്തേഡ് അടുത്ത വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് കാട്ടിത്തരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓരോ ക്യൂബ്സിനെ ഡീറ്റെയിലായിട്ട് അറിയാം, അതായത് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് 3x3 എടുത്തു. 3x3 വെരി ഈസിയാണ്. ഈ 3x3 അറിഞ്ഞാൽ 4x4 നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാതും സോൾവ് ചെയ്യാൻ പറ്റും, പക്ഷെ 3x3 അറിഞ്ഞ ഒരു ഇതിൻ്റെ സിമിലർ മെത്തേഡ്സാണ് നമ്മൾ 4x4 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ 4x4 3x3 പോലെ ഫിക്സ് സെൻറ്റർ ഉണ്ട്. നമ്മൾ സെൻറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ കളേഴ്സിൻ്റെ അലൈൻ നമ്മൾ എന്താണ് നമുക്ക് ബൈ ഹാർട്ട് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതായത് ബ്ലൂ, ഫേസ് ബ്ലൂ, അപ്പ് യെല്ലോ, ഡൗൺ വൈറ്റ്, റൈറ്റ് പിങ്ക്, ലെഫ്റ്റ് ഓറഞ്ച് ആൻഡ് ബാക്ക് ഗ്രീൻ. നമ്മൾ ഈ കളേഴ്സിൻ്റെ ഒരു ഓർഡർ നമ്മൾ എന്തായാലും മനസ്സിൽ വെച്ചില്ലെങ്കിൽ നമുക്ക് പറ്റില്ല. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ സെൻറ്റർ ക്രിയേറ്റ് ചെയ്യും, പിന്നെ നമ്മൾ ഈ എഡ്ജ് ക്രിയേറ്റ് ചെയ്യും, പിന്നെ നമ്മൾ 3x3 പോലെ സോൾവ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പാരിറ്റി കേസ് ഉണ്ടാകും, അതും ഞാൻ എൻ്റെ അടുത്ത വീഡിയോസിൽ ഞാൻ പറയും. ഇവിടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്ത് കാട്ടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തത് ഗിയർ ക്യൂബാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഗിയർ ക്യൂബിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് ടേൺ ചെയ്യുന്നതോറും ഈ എഡ്ജും 360 ഡിഗ്രിയിൽ ടേൺ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ കാണുമ്പോൾ ഇത് ഭയങ്കര ഹാർഡായിട്ടാണ് നമ്മൾ തോന്നുന്നത്, പക്ഷെ ഇത് അത്ര ഹാർഡല്ല, ഒട്ടും ഹാർഡല്ല. ഈ 2 ക്യൂബിനും നമുക്ക് ഫോർമുലാസ് യൂസ് ചെയ്യണം. ഇത് ഒരു ഫോർമുലയും വേണ്ട, വെറും 4 സ്റ്റെപ്പിൽ മൊത്തം സോൾവ് ആയി കിട്ടും. ഇത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഷഫിൾ ചെയ്യാം, എന്നിട്ട് ഞാൻ സോൾവ് ചെയ്യും. ഗിയർ ക്യൂബ് ഓൾറെഡി ഞാൻ ഷഫിൾ ചെയ്തു. ഇനി 3x3 ഞാൻ 3x3 ഷഫിൾ ചെയ്തു. 4x4 ഇത് ഇപ്പോൾ നമ്മുടെ സെൻറ്ററൊക്കെ നമുക്ക് അലൈൻ ചെയ്തൊക്കെ പോയി. നമ്മൾ ഇത് ശരിക്കും പോലെ നമ്മൾ അലൈൻ ചെയ്തെടുക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. ഇതാ നമ്മൾ 3 ക്യൂബ് ഞാൻ നന്നായി ഷഫിൾ ചെയ്തു. നമുക്ക് 3x3 സോൾവ് ചെയ്തോളാം. ഞാൻ നിങ്ങൾക്ക് ഈ 3x3 സോൾവ് ചെയ്യാൻ 2 മെത്തേഡ്സാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വെച്ചാൽ ചൂസ് ചെയ്യാം. ഇതിൽ ഞാൻ അതിലൊരു മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലെയർ സോൾവ് ചെയ്യുന്നതാണ്. പിന്നെ മിഡിൽ, പിന്നീടാണ് ടോപ്പ് ലെയറിന് മാത്രമാണ് ഫോർമുലാസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് 2 സ്റ്റെപ്പ് ആയാലും ഞാൻ ടോപ്പ് ലെയറിനാണ് ഫോർമുലാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ എന്തായാലും പറയുന്നതാണ്. നമ്മൾ 3x3 സോൾവ് ചെയ്തു. പിന്നെ അടുത്തത് 4x4 പോകാം. നമ്മൾ ഫസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്.
ഫസ്റ്റ് ബ്ലൂ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഗ്രീൻ, പിന്നെ ഇതിൻ്റെ മേലത്തെ പാർട്ടായ അത് ബ്ലൂ ഫേസ്, പിന്നെ അപ്പ് യെല്ലോ, ബാക്ക് ഗ്രീന് നമ്മൾ സെൻറ്റർ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തത് യെല്ലോയുടെ ഓപ്പോസിറ്റുള്ള വൈറ്റ് ആണ് ചെയ്യുന്നത്. ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണ്ടേ. ഇനി സൈഡിലുള്ള കളേഴ്സ് നമുക്ക് അലൈൻ ചെയ്യാം. ഇനി എഡ്ജ് ക്രിയേറ്റ് ചെയ്യാം. പ്ലസ് ക്രിയേറ്റ് ചെയ്തിട്ട് കൊള്ളായിട്ടുണ്ട്. അതിൽ ഈ എഡ്ജ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്നു. ഇപ്പോൾ കണ്ടിട്ട് നമ്മുടെ എല്ലാ എഡ്ജും നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ 3x3 സോൾവ് ചെയ്യുന്ന പോലെ തന്നെ സോൾവ് ചെയ്യാം.
പ്ലസ് ക്രിയേറ്റ് ചെയ്ത് കിട്ടി. ഇവിടെ 4x4 ക്യൂബ് ഈ ഗിയർ ക്യൂബ് സോൾവ് ചെയ്യാം. ഇതേപോലെ നിങ്ങൾക്ക് ഗിയർ ക്യൂബും 4x4ഉം 3x3ഉം എല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ മെത്തേഡ്സും ആൽഗോറിതംസും നിങ്ങൾ കോപ്പി ചെയ്താൽ, അതായത് പഠിച്ചാൽ. അപ്പോൾ അടുത്ത വീഡിയോസും ഞാൻ എല്ലാം പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ സേഫ്. താങ്ക്